السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. വൈജ്ഞാനിക ലോകത്ത് വളരെ പ്രശസ്തനായ ഒരു പണ്ഡിതനും കഷ്ടപ്പാടുകൾക്ക് നിറകിൽ എങ്ങനെയാണ് ഒരു മനുഷ്യൻ വിജ്ഞാനത്തിനെ നുകരേണ്ടത് എന്ന് ലോകത്തിന് പഠിപ്പിച്ചു തന്നതും ആയ ഒരു മഹാനായ ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു. അവിടുന്ന് ഈ ഉമ്മത്തിന് വളരെ മൂല്യവത്തായ ഒരുപാട് ഗ്രന്ഥങ്ങളും അതുപോലെ തന്നെ ഒരുപാട് ശിഷ്യഗണങ്ങളെയും തന്നിട്ടുണ്ട്. മഹാനവറുകളുടെ ജനനം ഹിജ്റ 909 റജബിലാണ്. മിസ്രിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന അബൂ ഹൈത്തം എന്ന പ്രദേശത്താണ് മഹാനവറുകൾ ജനിക്കുന്നത്. ചെറുപ്രായത്തിൽ തന്നെ ഒരു യതീമായി ജീവിക്കേണ്ട ഒരവസ്ഥ മഹാനവറുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും അതൊന്നും ഒരു പ്രശ്നമാക്കാതെ അള്ളാഹുവിൻ്റെ ഇൽമിനെ നുകരാനും അവനെക്കുറിച്ച് പഠിക്കുവാനും ആദീൻ ഇസ്ലാമിനെ ഈ ദുനിയാവിലെമ്പാടും വിളംബരം ചെയ്യാനുമായി ഒരുപാട് ത്യാഗങ്ങൾ ചെയ്തവരായിരുന്നു അവർ. മഹാനവറുകളുടെ പൂർണ്ണനാമം ശിഹാബുദ്ദീൻ അബുൽ അബ്ബാസ് അഹ്മദ് ഇബ്നു മുഹമ്മദ് ഇബ്നു അലി ഇബ്നു ഹജർ അൽ ഹൈതമി അൽ അൻസാരി അൽ മക്കി റളിയല്ലാഹു അൻഹു എന്നായിരുന്നു. അവിടുത്തെ പേരിൽ ഹജർ എന്ന് വരാൻ കാരണം അവിടുത്തെ മൂന്നാമത്തെ ഉപ്പാപ്പയായ ഹജർ ഇബ്നു ഹജർ എന്നവരുടെ പേരിലേക്ക് ചേർത്താണ് മഹാനവറുകൾക്കും ഇബ്നു ഹജർ എന്ന പേര് കിട്ടിയത്. അവരെ ഹജർ എന്ന് വിളിക്കാൻ കാരണം വളരെ കുറച്ച് മാത്രം അത്യാവശ്യത്തിന് വേണ്ടുന്ന കാര്യങ്ങൾ ജനങ്ങളോട് സംസാരിക്കുന്ന, അല്ലാത്ത പക്ഷം അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഓർത്ത് ആത്മീയമായ രീതിയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിത്വമായിരുന്നു അവിടുത്തെ ഉപ്പാപ്പ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ കല്ല് എന്നർത്ഥം വരുന്ന ഹജർ എന്ന അറബി രീതിയിലായിരുന്നു അവരെ അറിയപ്പെട്ടിരുന്നത്. മംലൂക്ക് രാജവംശം പോലുള്ള ഖിലാഫത്തുകളിലാണ് മഹാനവറുകൾ അഭിമുഖീകരിക്കേണ്ടി വന്ന രാഷ്ട്രീയ പ്രശ്നങ്ങൾ. പിതാവിൻ്റെ വഫാത്തിന് ശേഷം അവിടുത്തെ പിതാവിൻ്റെ ശിക്ഷണത്തിലായിരുന്നു ജീവിതം. അതിന് ശേഷം പിതാവിൻ്റെ ശൈഖുമാരായ ഷംസുദ്ദീൻ ഇബ്നു അബിൽ ഹമാഇൽ റളിയല്ലാഹു അൻഹു, ഷംസുദ്ദീൻ ഷിന്നാബി റളിയല്ലാഹു അൻഹു എന്നിവരിൽ നിന്നാണ് അവർ വളരുന്നത്. പഠനം ഒരുപാട് ഔലിയാക്കളും സ്വാലിഹീങ്ങളും പഠിച്ച യൂണിവേഴ്സിറ്റിയായ ഈജിപ്തിലെ അൽ അസ്ഹർ യൂണിവേഴ്സിറ്റിയിലായിരുന്നു മഹാനവറുകളുടെ പഠനം. ഹിജ്റ 940 കുടുംബസമേത മഹാനവറുകൾ അവിടുന്ന് പരിശുദ്ധമാക്കപ്പെട്ട ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ വേണ്ടി മക്കയിലേക്ക് യാത്രയായി. വഫാത്തിൻ്റെ കാലത്തോളവും അവരുടെ ജീവിതം അവിടെ തന്നെ ആയിരുന്നു. ഹിജ്റ 974 റജബിൻ്റെ ഏകദേശം തുടക്കത്തിലായിരുന്നു മഹാനവറുകളുടെ വഫാത്ത്. അവിടുത്തെ ഖബർ ജന്നത്തുൽ മുഅല്ല എന്ന് പറയുന്ന മഹത്തായ സ്ഥലത്താണ്. ഹിജ്റ 933 നടന്ന ഹജ്ജ് യാത്രക്കിടയിലാണ് അവിടുന്ന് ആദ്യമായി ഗ്രന്ഥരചന നടത്താൻ തുടങ്ങിയത്. ഹദീസ്, ഫിഖ്ഹ്, അഖീദ, സ്വഭാവ സംസ്കരണം, നഹ്വ് എന്ന് തുടങ്ങിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ്, അവിടുത്തെ കുറിച്ചുള്ള ഗ്രന്ഥങ്ങൾ തുടങ്ങി 117ഓളം ഗ്രന്ഥങ്ങൾ അവിടുന്ന് രചിക്കുകയുണ്ടായി. അവിടുത്തെ വഫാത്ത്
ഹിജ്റ 977 പരിശുദ്ധമാക്കപ്പെട്ട മക്കയിൽ വെച്ചായിരുന്നു. അവിടുത്തെ നസ്റും നദറും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. Stage 3 announced.